ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ചൂണ്ടയിടുന്നത് കണ്ടിട്ടുണ്ടോ? മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജ്യേഷ്ഠന്മാരും അനിയന്മാരും അല്ലേ, മറ്റു ആളുകളൊക്കെ ചൂണ്ടയിടുന്നതായിട്ട് നമുക്കിങ്ങനെ കാണാൻ കഴിയും. പുഴവക്കിനും കുളത്തിൻ്റെ കരയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ ആയിട്ട്. ഓക്കെ, ഈ ചൂണ്ടയുടെ ഹുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അഥവാ കൊളുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നോക്കിയൊരു പിക്ചർ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ചൂണ്ടലിൻ്റെ ഹുക്കിൻ്റെ പിക്ചർ അതേപോലത്തെ ഒരു ലെറ്ററാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ചൂണ്ടലിൻ്റെ ഹുക്ക് എങ്ങനെയാണോ ഉള്ളത് അതേപോലെയാണ് ആ ലെറ്ററിൻ്റെ രൂപം. ഓക്കെ, നിങ്ങളൊന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. ഈ ലെറ്ററിന് അറബിയിൽ പറയുന്ന പേര് ലാമ്. എന്താണ്? ലാമ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ലാം ഇട്ട് ഓരോ ലാമിനും നമ്മൾ ഹർക്കത്തുകൾ കൊടുക്കും. ലാമിന് ഫത്ത് ഇട്ടാൽ ല, കസ്റ് ലി, ലൊമ്മ് ലു, സുക്കൂന് ല്, തൻവീൻ ഫത്ത് ലൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻവീൻ ഫത്ത് വരുമ്പോൾ കൂടെ ഒരു അലിഫ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് മിക്കവാറും ഇവിടെ ഇങ്ങനെ കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതൊരു പോറാണ്. അപ്പോൾ അങ്ങനെയില്ല. തൻവീൻ ഫത്ത് വരുമ്പോൾ ലാമിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യും? അലിഫ് ഇതേ രൂപത്തിൽ ചെരിച്ച് കാണിച്ചത്. ഇത് നല്ലോണം ശ്രദ്ധിക്കും. ഓക്കെ, ലെൻ, ലിൻ, ലുൻ വേണമെങ്കിൽ നമുക്ക് ശബ്ദം കൊടുക്കാം. ശബ്ദം നമുക്ക് വീണ്ടും പഠിക്കേണ്ടതാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ശബ്ദം ഇട്ടുന്നുള്ളൂ. കട്ടിയിൽ പറയണം ല. ഓക്കെ, ഇനി നമുക്ക് ലാമുമായി നമ്മൾ പഠിച്ച വേർഡ് ഒന്ന് നോക്കാം. ലാമിന് നമ്മൾ ഫത്ത് കൊടുക്കുന്നു ല. ഇവിടെ ബാ ഉണ്ട്, ബാവിനെ കസർ കൊടുത്തു. നൂനുണ്ട്, നൂനിന് തന്നീന്ന് വന്നു കൊടുത്തു. ലബിനുൻ, ലബിൻ എന്ന് പറഞ്ഞാൽ ഇഷ്ടിക. ഓക്കെ, അപ്പം ലാമ് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.